ആയുർവേദത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകളിൽ പ്രധാനമായ ഒരു കുറവ് പറയുന്നത് അതിപ്രഗത്ഭരായ അതിബുദ്ധിമാന്മാരായ ഒരുപാട് സ്വന്തമായും അല്ലാതെയും അറിവുകളുണ്ടായിരുന്ന ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാർ നമുക്കുണ്ടായിരുന്നു. ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ അറിവുകൾ അടുത്ത തലമുറയ്ക്കോ അവരുടെ ശിഷ്യകൾക്കോ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും അതിൻ്റെ ഫലമായി മനുഷ്യരാശിക്ക് ഇത്തരം അറിവുകൾ നഷ്ടപ്പെട്ടു എന്നും നിരവധി കഥകളുണ്ട്. കുറേ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം. ഞാൻ ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാരുമായി നല്ല സൗഹൃദത്തിലാണ്. കാരണം അവർ കുട്ടിക്കാലം തൊട്ട് അവരുടെ വീട്ടിൽ അച്ഛൻ്റെയോ അമ്മമാരുടെയോ ശിക്ഷണത്തിൽ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ടാകണം. അവർ പലരുടെയും ഭാഗത്തത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അറിവുകൾ എത്രമാത്രം ഫലപ്രദമാണ് എന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും അത് പഠന വിധേയമാക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാർ എൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആയുർവേദ കോളേജിൽ പഠിച്ചു വരുന്നവന്മാർക്ക് ഒരു വിവരമില്ലാന്ന്. ഞാനത് ചിരിച്ചുകൊണ്ട് അങ്ങ് സ്വീകരിക്കാറുമാണ്, മറുപടി പറയാറില്ല. കാരണം അത്തരം വിവാദങ്ങളല്ല നമുക്ക് ആവശ്യം. അതുപോലെ ആയുർവേദ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന പലരും പാരമ്പര്യ വൈദ്യന്മാർ അറിവില്ലാത്തവരാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേറൊരാളുടെ അറിവിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടൊന്നും ഉണ്ടാകണമെന്നില്ല. അത് പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഉള്ള അറിവുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് എന്നാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ആവാം. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ കോട്ടയത്ത് ജോലി നോക്കിയിരുന്ന കാലത്ത് അവിടെ ഒരു പാരമ്പര്യ വൈദ്യനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഒരു ഗോപാലകൃഷ്ണപിള്ള. അദ്ദേഹം ഞാനുമായിട്ട് വളരെ നല്ല സൗഹൃദമായിരുന്നു, വളരെ നല്ല സൗഹൃദം. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഈ അറിവുകൾ ഇടയ്ക്ക് കാണുമ്പോൾ ഒന്നിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഇന്നുവരെ പെട്ടെന്ന് ഓർമ്മ വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യം, നമ്മുടെ വെള്ളുള്ളി ഉണ്ടല്ലോ, അത് വളരെ ഈ നീർക്കെട്ട് കുറയാൻ വളരെ ഫലപ്രദമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. അദ്ദേഹം അന്ന് അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഒരു 15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഒന്ന് ചതച്ച് ഒരു 100 മില്ലി നല്ലെണ്ണയിലിട്ട് നന്നായിട്ട് അത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വേണം തിളപ്പിക്കാമെന്ന് അദ്ദേഹം പറയേണ്ടത്. അതിൻ്റെ ലോജിക്ക് എന്താണ്, സയൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് ഈ വെളുത്തുള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇറക്കി വെക്കണം എന്നാണ് പറഞ്ഞത്. ഇറക്കി വെച്ച് തണുത്ത് കുപ്പിയിലാക്കി വയ്ക്കാം. അദ്ദേഹം അന്ന് ഈ വാതരോഗങ്ങൾക്കോ നീർക്കെട്ടിനോ കൊള്ളാം എന്ന് പറയുന്നതിനോട് പ്രധാനമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, സ്പോണ്ടിലോസിസ് ഇത് വളരെ ഫലപ്രദമായി കാണും എന്നാണ്. ഈ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ കഴുത്തുവേദന ശക്തമായി അനുഭവിക്കുന്നവരെല്ലാം കഴുത്തിലും പെടലിയിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ചുമലുകളിലുള്ള പേശികളിലും പരട്ടി 3 മണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളം കൊണ്ട് കഴുകി സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് അദ്ദേഹം പറയണ്ടായി. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, ഒരു ഓർമ്മ വന്നെന്ന് മാത്രം അത് പഴയ ചർച്ചകളിൽ. അപ്പോൾ ഇതുപോലെ പാരമ്പര്യ വൈദ്യന്മാർ ഒരുപാട് പേര് പലതും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരം അറിവുകൾ നമുക്ക് ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആയുർവേദ കോളേജുകളുണ്ട്, സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് ആയുർവേദ ആശുപത്രികളുണ്ട്. ഇവിടെ ഇത്തരം വിഷയങ്ങൾ പഠന വിധേയമാക്കണം. ഇതിനത് ഫലപ്രദമാണെന്ന് കണ്ടാൽ അത് ഒരു ഉൽപ്പന്നമാക്കി പുറത്തിറക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഈ അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അതായത് നമുക്കിവിടെ ആരോഗ്യ സർവകലാശാലയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കുറേ പേർക്ക് ശമ്പളവും പെൻഷനും വാങ്ങി സുഖമായി ജീവിക്കാം എന്നൊരു കാര്യമുണ്ട്. ഈ ഗവേഷണം നടത്താൻ സർവകലാശാല ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം ഇന്ത്യയിൽ ഈ വർഷത്തെ തന്നെ ആയുഷിൻ്റെ ബഡ്ജറ്റ് 4200 200 അതിൻ്റെയൊക്കെ അല്ല 200 ചില്ലാനം കോടിയാണ് എന്നാണ് കേട്ടത്. ഇങ്ങനെ കുറേ കോടികൾ, ശതകോടികൾ ഓരോ വർഷം ചിലവാക്കി ഓരോ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തി കുറേ പേര് ശമ്പളം പെൻഷൻ വാങ്ങിയ വലിയ ജോലിയും ചെയ്യാതെ അന്തസ്സായി ജീവിച്ചുകൊണ്ട് രാജ്യത്തിനോ ജനങ്ങൾക്കോ ആയുർവേദത്തിനോ ഒരു പ്രയോജനമില്ല. അപ്പോൾ അമേരിക്കയിലൊക്കെ കേട്ടിട്ടുള്ളത്, ഈ ആശുപത്രികളിലാണ് അത്ര ഗവേഷണം നടത്തുന്നത്. കാരണം രോഗികൾ വന്നെന്നറിയുന്നത് ആശുപത്രിയിലാണ്. നമ്മുടെയൊക്കെ ആശുപത്രിയിൽ ഓരോ ഡോക്ടർക്കും ഓരോ രോഗികളെ ഒരു വീതം വയ്ക്കുകയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്വഭാവമൊക്കെ മാറ്റി അതിനൊക്കെ സർക്കാരിന് രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം. ആശുപത്രികളിലാണ് ഗവേഷണം നടക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന അറിവുകൾ അത് നമ്മൾ ശേഖരിച്ച് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ടത് പഠന വിധേയമാക്കണം. അപ്പോൾ വിദേശത്തുനിന്ന് ഇങ്ങനെ ഒരുപാട് അറിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏറ്റവും അടുത്ത അറിവെന്ന് പാരമ്പര്യമല്ല,
ഈ പ്രമേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ തിരുത്തിയ ഒരു പുതിയ അറിവാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പുകളും അണുബാധകളുമാണ് അത് കൈകാര്യം ചെയ്താൽ പ്രമേഹം മാറുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ പുതിയ അറിവുകളൊന്നും സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇവിടുത്തെ ഡോക്ടർമാർ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.